ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട നാം അവൻ ദാസരായി വസിച്ചിടാം യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട നാം അവൻ ദാസരായി വസിച്ചിടാം ലോകത്തിലെല്ലാം ഭവിച്ചാലും ലോകത്തിലെന്തെല്ലാം ഭവിച്ചാലും ആപത്തനങ്ങൾ അണഞ്ഞാലും താപം നമുക്കില്ലെന്നറിഞ്ഞാലും താപം നമുക്കില്ലെന്നറിഞ്ഞാലും യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട അവൻ ദാസനായി വസിച്ചിടാം സകലത്തിലാക്കും അതിവരുമവനാ ഉലകത്തെ നിർമ്മിച്ചോരും ആകാശവലയത്തെ രചിച്ചോരും സകലത്തിലാക്കും അതിവരുമവനാ ഉലകത്തെ നിർമ്മിച്ചോരും ആകാശവലയത്തെ രചിച്ചോരും താണുവന്നുലകത്തിൽ കുഴിശേറി താണുവന്നുലകത്തിൽ കുഴിശേറി മാനവർക്കായി മരിച്ചുയർത്തേകി ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട നാം അവൻ ദാസരായി വസിച്ചിടാം യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട നാം അവൻ ദാസരായി വസിച്ചിടാം മരണത്താൽ മാറും അതിവരിൽ പിന്നേ പോയവൻ ലജ്ജിക്കും നാം അവൻ നാമത്തിൽ വിളിക്കും മരണത്താൽ മാറും അതിവരിൽ പിന്നേ പോയവൻ ലജ്ജിക്കുമ്പോ നാം അവൻ നാമത്തിൽ വിളിക്കും മരണത്തെ ജയിച്ചൊരു ജയവീരൻ മരണത്തെ ജയിച്ചൊരു ജയവീരൻ ശരണമായി തീർന്നതും ഒരു ഭാഗ്യം അവനെ അനുഗമിപ്പതു യോഗ്യം അവനെ അനുഗമിപ്പതു യോഗ്യം യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട അവൻ ദാസരായി വസിച്ചിടാം യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട അവൻ ദാസരായി വസിച്ചിടാം വേഗം ഞാനിനിയും വരുമെന്നു ചൊന്ന് ലോകം വെടിഞ്ഞ നേരാ യേശുതാനാരുമില്ലിതുപോലെ വേഗം ഞാനിനിയും വരുമെന്നു ചൊന്ന് ലോകം വെടിഞ്ഞ നേരാ യേശുതാനാരുമില്ലിതുപോലെ നിത്യത മുഴുവൻ നിലനിൽക്കും നിത്യത മുഴുവൻ നിലനിൽക്കും പ്രതിഫലം താത്തൊരു തീർന്നയമായി അതിനായി താൻ വരും അതിവേഗം അതിനായി താൻ വരും അതിവേഗം യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട അവൻ ദാസരായി വസിച്ചിടാം യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട അവൻ ദാസരായി വസിച്ചിടാം പോരുകൾ സഹിച്ചും വൈരിയെ
വൈരിയെ ജയിച്ചും പാരിതിൽ തിരുനാമം ഘോഷിപ്പാൻ ചേരുവിനതിമോദം പിന്നത വെടിയാമൊന്നാകാം പിന്നത വെടിയാമൊന്നാകാം ഉന്നത ചിന്തയോടുടനീളാം മന്നവനെ നമുക്കെതിരേൽക്കാം മന്നവനെ നമുക്കെതിരേൽക്കാം യേശുവിൻ ജനമേ ഭയമന്തിനകമേ യേശുവും കലങ്ങേക്കാം നാമവൻ ദാസരായി വസിച്ചിടാം യേശുവിൻ ജനമേ ഭയമന്തിനകമേ യേശുവും കലങ്ങേക്കാം നാമവൻ ദാസരായി വസിച്ചിടാം. പുറപ്പാട് പുസ്തകം 32:26 വാക്യം. ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറെ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തകളിൽ എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. അനുഗ്രഹീതമായ നല്ലൊരു പ്രഭാതം കൂടെ ദാനം തന്ന ദൈവത്തിന് സർവമഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലെ വചന കേൾവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ക്രിസ്തുവിന്റെ പക്ഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്നൊരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. കൂടപ്പിറപ്പുകളെ ദൈവം തനിക്കായി തിരഞ്ഞെടുത്ത് തന്നോട് അടുപ്പിച്ച് നിർത്തിയിരിക്കുന്ന ദൈവജനം, അവർ എപ്പോഴും ദൈവത്തോട് അടുത്ത് നിൽക്കേണ്ടവരും ദൈവത്തെ തന്നെ പ്രസാദിപ്പിച്ച് ദൈവം തുറന്നു തരുന്ന വഴിയിൽ കൂടി തന്നെ നടക്കേണ്ടവരുമാണ്. അവർ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ തന്നെ ആരാധിക്കേണ്ടിയവരാണ്. അവർ ദൈവം വഴിവിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെയും നടത്തിപ്പിനെയും വില കുറച്ച് കാണുകയോ ദൈവത്തെ അവിശ്വസിക്കുകയോ അവഗണിക്കുകയോ ചെയ്യാതെ എപ്പോഴും സൂക്ഷിക്കുകയും ചെയ്യുന്നവരാകണം വിളിക്കപ്പെട്ട ദൈവമക്കൾ. 12 ഗോത്രങ്ങളെയും ഇസ്രായേലിൽ നിന്ന് ദൈവം വിടുവിച്ച് മരുഭൂമിയിൽ കൂടി അവരെ നടത്തി ദൈവത്തിന്റെ പർവ്വതമായ സീനായി വരെ കൊണ്ടുവന്നു. സീനായിൽ വെച്ച് മോശ മുഖാന്തരം ദൈവം തന്റെ ജനത്തിന് പ്രമാണം കൊടുക്കുവാൻ തുടങ്ങുകയാണ്. മിസ്രൈമിൽ വെച്ച് വലിയ ഒരു വീണ്ടെടുപ്പാണ് അവർക്ക് ദൈവം നൽകിയത്. അടിമവേല മിസ്രൈമിൽ ചെയ്തതിന്റെ എല്ലാ കൂലിയും കൂടി ഒറ്റ രാത്രി കൊണ്ട് ദൈവം അവരെ അടിമവേല ചെയ്യിച്ചവരെ കൊണ്ട് തന്നെ കൊടുപ്പിച്ചു. അടിമവേലക്കാരായിരുന്നുവെങ്കിലും ബഹുസമ്പന്നരായിട്ടാണ് അവർ മിസ്രൈം വിടുവാൻ ഇടയായിത്തീർന്നത്. അവർ വീണ്ടെടുക്കപ്പെടുവാൻ ഇടയായി. മരുഭൂമിയിലും ദൈവത്തിന്റെ കരുതലും കാവലും അവർ അനുഭവിച്ചു വരുന്നവരാണ്. അവർക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് അവർക്കറിയാം. ദൈവം അവർക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവരെ ഒരു വാഗ്ദത്ത നിവൃത്തിക്കു വേണ്ടിയാണ് ദൈവം തുടർന്നും കനാനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും അവരെ ഈ പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിന്നും തുടർന്നും കനാനിലേക്ക് അവരെ നടത്തുവാൻ പോവുകയാണ്. ആ നടത്തിപ്പ്, അവിടെ നിന്നുള്ള നടത്തിപ്പ് പ്രമാണപ്രകാരമായിരിക്കണം. ദൈവം കൊടുത്ത പ്രമാണത്തിൽ അധിഷ്ഠിതമായ ആ പ്രമാണപ്രകാരം ദൈവത്തെ ആരാധിച്ചുള്ള ഒരു യാത്രയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതിനുവേണ്ടിയുള്ള പ്രമാണം നൽകുവാൻ ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചു വരുത്തി. മോശ ദൈവം കൊടുത്ത പ്രമാണം പ്രാപിച്ച് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ വൈകിയപ്പോൾ താഴ്വരയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടിയ ദൈവജനം തങ്ങളുടെ വീണ്ടെടുപ്പിനെയും വീണ്ടെടുപ്പുകാരനെയും ഒക്കെ മറന്ന്, ദൈവം നടത്തിക്കൊണ്ടുവന്ന വഴികളെ മറന്ന്, ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ മറന്ന്, ദൈവം അവരെ മരുഭൂമിയിൽ കൂടി സംരക്ഷിച്ച സംരക്ഷണത്തെയും കരുതിയ കരുതലുകളെയും ഒക്കെ മറന്ന്, ദൈവം അവർക്ക് ചെയ്തതിനെ എല്ലാം മറന്ന് നന്ദിയില്ലാത്തവരായി തങ്ങൾക്ക് മുൻപിൽ നടക്കാൻ
തങ്ങൾക്ക് ആരാധിക്കുവാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരുവാൻ അഹരോനോട് അവർ ആവശ്യപ്പെടുകയാണ്. അതിൻ പ്രകാരം അഹരോൻ ഉണ്ടാക്കിക്കൊടുത്ത ഒരു കാളക്കുട്ടിയെ തങ്ങളുടെ ദൈവമാക്കി അതിനു മുൻപിൽ കെട്ടഴിഞ്ഞ് കൂത്താടുന്ന ഒരു ജനം. അവർ നന്ദിയില്ലാത്തവരായി ജീവനില്ലാത്ത വിഗ്രഹത്തിന് ആരാധന അർപ്പിക്കുന്നത് കണ്ട് പർവ്വതത്തിൽ നിറങ്ങി വന്നവനായ മോശ ഏറെ കോപാകുലനായി. മോശ അവര് കാണിച്ച ആ അന്യ വിഗ്രഹാരാധനയുടെ ശബ്ദം കേട്ടിട്ട് അതിനു മുൻപിൽ അവരാടുകയും പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നത് കണ്ടിട്ട് ഇപ്രകാരം വിളിച്ചു പറയുന്ന ഒരു ആഹ്വാനം: യഹോവയുടെ പക്ഷത്ത് നിൽക്കാനുള്ളവരുണ്ടെങ്കിൽ എന്റെ അടുക്കൽ വരട്ടെ. ശക്തമായ ഒരു ആഹ്വാനം ഇവിടെ മോശ ഉയർത്തുകയാണ്. പ്രിയരെ, മോശയുടെ ആഹ്വാനം തനിക്ക് ദൈവത്തോടുള്ള എരിവ് നിമിത്തമായിരുന്നു എന്ന് നമുക്കറിയാം. ദൈവം തനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കുവാൻ തിരഞ്ഞെടുത്ത ഒരു ജനം. അവർ ദൈവത്തെ വിട്ട്, സത്യദൈവത്തെ വിട്ട്, സത്യാരാധന വിട്ട് വിഗ്രഹാരാധന നടത്തുന്നത് കണ്ടപ്പോൾ മോശയുടെ ഹൃദയം വേദനിച്ചു. വിടുവിച്ചു കൊണ്ടുവന്നവനായ സർവശക്തനായ ദൈവത്തിന്റെ പക്ഷത്തുള്ളവനുണ്ടെങ്കിൽ അവൻ മാറി നിൽക്കുവാനുള്ള ആഹ്വാനമായിരുന്നു മോശ കൊടുത്തത്. 11 ഗോത്രങ്ങളും യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കുവാൻ താല്പര്യപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അതിൽ ഒരു ഗോത്രം മുഴുവൻ അവർ യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിന്നു. വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് വെളിപ്പെടുകയാണ്. പ്രിയരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നടുവിൽ നിന്നാണ് ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം, ഇവർ മിസ്രൈമിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വിടുവിക്കപ്പെട്ടവരാണ്, ചോരത്തളി ആചരിച്ചവരാണ്, പെസഹ കഴിച്ചവരാണ്, ചെങ്കടലിൽ കൂടി കയറിയവരാണ്, പകൽ മേഘസ്തംഭത്തിന്റെ കീഴിൽ രാത്രി അഗ്നിത്തൂണുകളുടെ നടുവിൽ സംരക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടത്തിന്റെ, ഒരു വലിയ ജനസമൂഹത്തിന്റെ നടുവിൽ നിന്ന് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനുള്ള ഒരു അവസരം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നടുവിൽ നിന്ന് യഹോവയിൽ എരിവുള്ളവരെ തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിനുള്ള ഒരു ആഹ്വാനം മുഴങ്ങി. തിരഞ്ഞെടുപ്പിനുള്ള അവസരം മുൻപിൽ വെളിപ്പെടുമ്പോൾ വാസ്തവമായി യഹോവയുടെ പക്ഷത്ത് നിൽക്കുന്നവൻ ആരൊക്കെ എന്ന് വെളിപ്പെടുത്തുവാനുള്ള ഒരു അവസരം ആയിരുന്നത്. കൂടപ്പിറപ്പുകളെ മറക്കരുത്, ഈ കാലഘട്ടത്തിലും ദൈവസഭാ സമൂഹത്തിൽ ഇപ്രകാരം തിരഞ്ഞെടുപ്പ് ദൈവത്താൽ നടത്തപ്പെടുന്നുണ്ട് എന്ന് മറക്കരുത്. അപ്രകാരം ഒരു തിരഞ്ഞെടുപ്പ് കൂടപ്പിറപ്പ് നമ്മുടെ മുൻപിൽ വന്നാൽ മറക്കരുത്, അത് നമ്മെ തിരഞ്ഞെടുക്കുവാനുള്ള, നമ്മെ ദൈവത്തിന് ഉപയോഗിക്കുവാനുള്ള, നമ്മെ ദൈവത്തിന് അനുഗ്രഹിക്കാനുള്ള ഒരു പ്രത്യേക ആത്മിക പദവിയിലേക്ക്, അവകാശത്വത്തിലേക്ക് ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തുവാനുള്ള ഒരു വഴിയായിരിക്കും അത്, ഒരു തിരഞ്ഞെടുപ്പായിരിക്കും അത് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളായി നിലകൊള്ളുവാൻ എപ്പോഴും ആത്മാവിൽ ഉണർന്നും ജാഗരിച്ചും കഴിയേണ്ടിയവരാണ് ഞാനും നിങ്ങളും. മറക്കരുത് പ്രിയപ്പെട്ടവരെ, തിരഞ്ഞെടുപ്പിനുള്ള ഒരു അവസരം മുൻപിൽ വെളിപ്പെടുമ്പോൾ വാസ്തവമായി കർത്താവായ യേശുക്രിസ്തുവിന്റെ പക്ഷത്ത് നിൽക്കുന്നവൻ ആരൊക്കെ എന്ന് വെളിപ്പെടുത്തുവാനുള്ള അവസരം നാം ഉപയോഗിക്കണം. അവിടെ നാം മറ്റാരെയും നോക്കരുത്, മറ്റൊന്നിനെയും നോക്കരുത്. ഇവിടെ ലേവി ഗോത്രം യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കുവാനുള്ള അവസരം അവർ ഉപയോഗിക്കുന്നു. തങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, തങ്ങൾ ദൈവത്തിനു വേണ്ടി നിയോഗം സ്വീകരിക്കുവാൻ അവർക്ക് ലഭിച്ച തിരഞ്ഞെടുപ്പിനുള്ള അവസരമാണ് അവർ ഉപയോഗിച്ചത്. മോശ പർവ്വതത്തിൽ നിറങ്ങി വരുന്നത് കാത്തിരുന്ന ജനം അക്ഷമരായി. കാത്തിരിപ്പ് വൈകുമ്പോൾ, പ്രതീക്ഷിക്കുന്നത് നടക്കാതിരിക്കുമ്പോൾ, ഒരു ദൈവപ്രവൃത്തി വൈകുമ്പോഴോ നടക്കാതിരിക്കുമ്പോഴോ കൂടപ്പുറപ്പെ മറക്കരുത്, അക്ഷമരാകരുത്. അവിടെ 11 ഗോത്രങ്ങളും ശാപത്തിന് യോഗ്യതയുള്ളവരാകുവാൻ, ദൈവത്തെ വെറുപ്പിക്കുവാൻ, അവരിൽ 3000 പേര് പട്ടുപോകുവാൻ ഇടയായിത്തീർന്നതിന് കാരണം അവർ അക്ഷമരായി, അവർ വൈകാരികമായി പ്രതികരിക്കുകയും കാളക്കുട്ടിയുടെ മുൻപിൽ ആടിപ്പാടി തിമിർക്കുകയും ചെയ്തു എന്നുള്ളതാണ്.
അക്ഷമരാകുമ്പോൾ അവിടെ പിശാച് ഒരുക്കുന്ന ഒരു ചതിക്കണിയിൽ വീഴാൻ ഒരുക്കപ്പെടുകയാണ് എന്ന് നാം തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഇതുവരെ നിരവധി വിടുതൽ അനുഭവിച്ചവർ അക്ഷമരാകുമ്പോൾ തങ്ങളെ നടത്തുന്നതിന് വേണ്ടി വേറെ ചില സംവിധാനങ്ങൾ തേടിപ്പോകുന്ന മാരകമായ ഒരു പാപം ചെയ്യുവാനിടയാകും. അത് നമ്മളെ ദുരുപദേശ കെട്ടുകളിലേക്കും പിന്നീട് അത് നിത്യ നരകത്തിലേക്കും കൊണ്ടു ചെന്നെത്തിക്കുന്ന വഴിയായിത്തീരും എന്ന് മറക്കരുത്. ഇവിടെ ലേവി ഗോത്രത്തിൽ ലേവി തലമുറകൾ വിഗ്രഹാരാധികളുടെ നടുവിൽ നിന്ന് മാറി നിന്നു. ലേവി മോശയാൽ നിയോഗിക്കപ്പെടുകയാണ്. ലേവി ഗോത്രക്കാർ മോശയാൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിയോഗിക്കപ്പെടുകയാണ്. തന്റെ സ്വന്തം സഹോദരന്മാർക്കെതിരെ ഒരു നിലപാട് അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു. ഞങ്ങൾ വിഗ്രഹത്തിന്റെ പക്ഷത്തല്ല, യഹോവയുടെ പക്ഷത്താണ് എന്ന് തെളിയിക്കുവാനുള്ള തീരുമാനവും അതിന്റെ വെളിച്ചത്തിൽ ദൈവത്തിനു വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന നിയോഗവും ഏറ്റെടുക്കുന്നത് അല്പം പ്രയാസകരമായ ഒരു സാഹചര്യം തന്നെയാണ്. എന്നാൽ അവിടെ മാനുഷിക പരിഗണനകൾക്കൊരു സ്ഥാനവുമില്ല. ഇതേ സാഹചര്യം പ്രിയരെ ഇന്നും വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. ക്രിസ്തുവിനെ അനുഗമിക്കണോ, അതോ പിതൃപാരമ്പര്യ ആചാര അനുഷ്ഠാനങ്ങളിലും ചില ജാതിക സമ്പ്രദായങ്ങളിലും നിൽക്കണോ? പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് കീഴ്പ്പെടണമോ, അതോ സഹോദരന്മാർക്കൊപ്പം മാതാപിതാക്കന്മാർക്കൊപ്പം നിൽക്കണോ എന്നൊരു തീരുമാനം എടുക്കുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ ഒരു ആഹ്വാനം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ അനുഭവിച്ചെങ്കിലും നുഖത്തിന്റെ അമിക്കയറുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കൽപ്പിക്കപ്പെട്ടെങ്കിലും ക്രിസ്തുവിലായി തീർന്ന് ക്രിസ്തുവിനെ നോക്കി പിൻപിനുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് യാത്ര ചെയ്യുന്നതിനുള്ള ശരിയായ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ കൂടപ്പുറപ്പെ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആത്മശോധന ചെയ്ത് തിരിച്ചറിയാൻ താല്പര്യപ്പെടുക. പ്രിയരെ, എല്ലാവരുടെയും സ്നേഹിതരായി കഴിഞ്ഞ് പാരമ്പര്യ ആചാരങ്ങളിൽ കുടുങ്ങിക്കിടന്ന് ദൈവ പക്ഷത്തേക്ക് നീങ്ങുവാൻ തടസ്സമായിട്ടുള്ള ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് എല്ലാ സുഖങ്ങളും രസങ്ങളും ഇസങ്ങളും ഒക്കെ ആചരിച്ചുകൊണ്ട് ആർക്കും സ്വർഗസിയോനിൽ ചെന്നെത്താനാകയില്ല, ദൈവസന്നിധിയിൽ ചെന്നെത്താനാകയില്ല. സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കായി ലേവിയെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം തന്നെ ദൈവത്തിൽ ഉള്ള പ്രത്യേക അനുഗ്രഹവും പുരോഹിത ഗോത്രം എന്ന നിലയിലുള്ള പദവിയും ഒക്കെ ലേവിക്ക് ലഭിച്ചതിന്റെ കാരണവും യഹോവയുടെ പക്ഷത്തുള്ളവൻ ഞാൻ എന്ന് തെളിയിക്കുവാനുള്ള ആ തിരഞ്ഞെടുപ്പിന്റെ അവസരം അവർ ഉപയോഗിച്ചു എന്നത് തന്നെയാണ്. കൂടപ്പുറപ്പുകളെ, നിങ്ങൾക്കും ഒരു തിരഞ്ഞെടുപ്പിനുള്ള അവസരം ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞവരായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ലഭിക്കാനുള്ളവരാകാം. നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും? അതോ നിങ്ങൾ ദൈവഹൃദയത്തെ തന്നെയും മോശയെയും വേദനിപ്പിച്ചുവോ? തിരുത്തുവാനുള്ള അവസരം വേഗം ഉപയോഗിക്കുക. നിങ്ങൾ മാമോന്റെ പക്ഷത്താണോ ക്രിസ്തുവിന്റെ പക്ഷത്താണോ എന്ന് നിങ്ങളുടെ തീരുമാനം കൊണ്ട് പ്രവൃത്തി കൊണ്ട് വെളിപ്പെടുത്തുന്നവരാകുക. എങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക അനുഗ്രഹവും അവകാശവും പദവിയും ശുശ്രൂഷയും ഒക്കെ മുൻപിലുണ്ട്. ക്രിസ്തുവിന് വേണ്ടി ചിലത് വിട്ടുകളയുവാൻ, ചില ബന്ധങ്ങൾ വിട്ടുപിരിയുവാൻ ഇടയായാൽ നിങ്ങൾക്ക് പിന്നത്തേതിൽ അവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനാകുകയും ക്രിസ്തുവിനെ വിട്ടുപിരിയാൻ കഴിയാഞ്ഞവർ എന്നതിനുള്ള കിരീടങ്ങൾക്ക് അവകാശികളാക്കുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് തന്നെ കഴിയും. ലേവിയെപ്പോലെ ദൈവത്തിനു വേണ്ടി എരിവുള്ളവരാകുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, മനോഹരമായി നല്ല പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേട്ട് ബലപ്പെടാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ദൈവകൃപയാൽ അവരെ നിറയ്ക്കണം. ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളവരായി നിലകൊള്ളുവാൻ എല്ലാവരെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പഴയത്തെ
ജയിച്ചൊരു ജയവീരൻ, മരണത്തെ ജയിച്ചൊരു ജയവീരൻ, ശരണമൊരു ഭാഗ്യം, അവനെ അനുഗമിപ്പതു യോഗ്യം, അവനെ അനുഗമിപ്പതു യോഗ്യം. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ, ദേശവും കലങ്ങേണ്ട, പാപവൻ ദാസരായി വസിച്ചിടാം. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ, ദേശവും കലങ്ങേണ്ട, പാപവൻ ദാസരായി വസിച്ചിടാം. വേഗം ഞാനിനിയും വരുമെന്നു ചൊന്ന് ലോകം തെളിഞ്ഞ നേരാ, യേശുദാനാരുമില്ലിതുപോലെ. വേഗം ഞാനിനിയും വരുമെന്നു ചൊന്ന് ലോകം തെളിഞ്ഞ നേരാ, യേശുദാനാരുമില്ലിതുപോലെ. നിത്യത മുഴുവൻ നിലനിൽക്കും, നിത്യത മുഴുവൻ നിലനിൽക്കും. പ്രതിഫലത്താൽ തരും നിർണയമാ, അതിനായി താൻ വരും അതിവേഗം, അതിനായി താൻ വരും അതിവേഗം. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ, ദേശവും കലങ്ങേണ്ട, അവൻ ദാസരായി വസിച്ചിടാം. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ, ദേശവും കലങ്ങേണ്ട, അവൻ ദാസരായി വസിച്ചിടാം.